അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഉസ്താദിനെ കണ്ടുമുട്ടിയ സന്തോഷത്തിലാണ് പുത്തൻ വീട് തറവാട്ടുകാര്. അതെ, ജ്വല്ലറിയിൽ വെച്ച് അവർ സമീർക്ക് സ്വർണമെടുക്കാൻ പോയപ്പോൾ അതാ ഉസ്താദ് മഹർ നോക്കാൻ വന്നിരിക്കുന്നു. മഹറിന്റെ ഒരുപാട് കളക്ഷൻസ് ഉസ്താദിന്റെ മുമ്പിൽ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ഐഷുമ പെട്ടെന്ന് ഉസ്താദിന്റെ അരികിലേക്ക്, ഉസ്താദേ, അതെ, ഇഷ്ടമുള്ള എടുത്തോളിട്ടോ. ഡയമണ്ട് വേണമെങ്കിൽ ഡയമണ്ട് എടുക്കുക, സ്വർണം വേണമെങ്കിൽ സ്വർണം എടുക്കുക. ഉസ്താദിന്റെ മനസ്സിൽ എന്താണ് ഇഷ്ടം അത് എടുത്തോളിട്ടോ. ഒരു നിമിഷം ഉസ്താദ് പറഞ്ഞു, ഉമ്മ, അത് ഞാൻ അധ്വാനിച്ച പൈസയിൽ നിന്നാണല്ലോ മഹർ വാങ്ങേണ്ടത്. ഉസ്താദേ, അങ്ങനെ ഒന്നുമില്ല, ഇഷ്ടപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് കൊടുക്കണീനെ. അല്ലുമ്മ, അത് ഞാൻ സിമ്പിളായിട്ടൊക്കെ ഒന്ന്, അല്ലല്ല, സിമ്പിളാക്കണ്ട. ദാ നല്ല നല്ല ഡെയിലി യൂസിന് പറ്റിയ ഒരുപാട് ചെയിനുകളുണ്ട്. ഒരുപാട് കളക്ഷൻസ് അവർ കാണിച്ചു കൊടുത്തു. ഉമ്മ പറഞ്ഞു, ഈ ആദ്യ വേണ്ട. അല്ലുമ്മ, ഇപ്പോഴേ സെറ്റായിട്ടാണ് മഹർ എല്ലാവരും കൊണ്ടുപോകാറുള്ളത്. അതായത് സെറ്റ് എന്ന് വെച്ചാൽ അതിൽ ബാങ്കിൾ വരും, അതിൽ കമ്മൽ വരും, നെക്ലേസ്, അങ്ങനെ മൊത്തത്തിൽ സെറ്റായിട്ട് വരും. അല്ല, അയ്യാദ്യം ആ സൈസ് ഒന്ന് എടുത്താണ് ഇങ്ങോട്ട്. അതാ ആ കാണുന്നത്. ആ ആ അതൊക്കെ അത്യാവശ്യം നല്ല രസം ഉണ്ടാവും അത് കെട്ടിക്കഴിഞ്ഞാൽ. ഉമ്മ, അത് ഡയമണ്ട് നെക്ലേസ് ആണ്. ഏകദേശം ഇതിന് 3-4. അതൊന്നും നിങ്ങൾ നോക്കണ്ടേ, വിലൻ്റെ കാര്യങ്ങൾ നോക്കണ്ട. അല്ലുമ്മ, നിങ്ങൾ ഇതൊക്കെ ഒരെണ്ണം കെട്ടിക്കഴിഞ്ഞാൽ തന്നെ കഴുത്തിൽ നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ കണ്ടേ. ആ, ഓ മാഷാ അല്ലാ, എന്തൊരു ഭംഗിയാ അതൊക്കെ കാണാനല്ലേ. അല്ലുട്ടിയെ, ഇതിപ്പോൾ എന്താ ഡയമണ്ടോ? ആ, ഇതിൻ്റെ ഏകദേശം പകുതി സ്വർണം വരും, പകുതി ഡയമണ്ടും വരും. ഇത് കണ്ട് സെറ്റായിട്ടുള്ളത് കണ്ടില്ലേ, ഇതിൽ കമ്മലുണ്ട്, ആ നെക്ലേസ് പോലുള്ള അതിനുള്ള ഇത് കണ്ടില്ലേ, ലോക്കറ്റിനനുസരിച്ചുള്ള കമ്മലുകളാണ് ഇതിലൊക്കെ വരുന്നത്. ആ ആ ആ ഇതൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ മഹറാവുമ്പോൾ എനിക്കൊന്നും കൂടി ഇഷ്ടം മറ്റേ ചെയിനാണ്, മഹർമാല. ഇതിലേക്കുള്ള വളയണത് അല്ല, ഇത് ഞങ്ങൾ വെറുതെ ഷോക്ക് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യുക. ഇതൊക്കെ റോസ് ഗോൾഡിലും ഒക്കെ യെല്ലോ ഗോൾഡിലും വൈറ്റ് ഗോൾഡിലൊക്കെ വരുന്നതാണ്. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ നോക്കൂ. ആ, ഇതോ, ഇതെന്താ ഒരു ചുവപ്പ് കല്ലൊക്കെ, അത് റൂബി പതിപ്പിച്ചതാണ്. അതിലെ ഡയമണ്ടും റൂബി, റൂബി എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള കല്ലാണല്ലോ, സ്റ്റോൺ ആണ്. അതും ഡയമണ്ടും ഗോൾഡും കൂടി മിക്സ് ആക്കിയിട്ടാണ്. ഇതൊക്കെ എന്ത് ഭംഗിയുണ്ടാവും കഴുത്തിൽ വെച്ചായിരുന്നോ. മഹർ കൊടുക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഇതല്ലേ എല്ലാവർക്കും കൊടുക്കുന്നത്. ആ, ഇതോ, ഇതും കുഴപ്പമില്ല. ഇതിന് എത്ര വരും കുട്ടിയെ? ഉമ്മ, ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. അപ്പോൾ തന്നെ അയാൾ അതെടുത്തു. ഇത് 5 ലാക്ക് വരും ഇതിന്. കാരണം ഇത് ഫുള്ള് ഡയമണ്ട്സ് ആണ് വരുന്നത്. ഓരോ ഡയമണ്ട്സ് ആണ് ഓരോ ഇതളുകളിലും വരുന്നത്, കണ്ടില്ലേ. എത്ര ഡയമണ്ട്സ് ഉണ്ട്. പകുതി ഡയമണ്ട്സും പകുതി ഗോൾഡും ആണ് ഇതിൽ വരുന്നത്. എന്താ എൻ്റെ പൊന്നുമോനെ, ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. ഉസ്താദേ, ഇത് ഞമ്മക്ക് മഹർ. ഉമ്മ, നിങ്ങൾ സമീറക്ക് വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ മഹറായിട്ട് ഇങ്ങനെ ഒരു ചെയിന് പോരെ ഉമ്മ? ഉം? ഇതല്ലേ നല്ലത്. ആ മോനെ, എനിക്കൊന്നും തന്നെ മഹർ കൊടുക്കാൻ എപ്പോഴും എനിക്കിഷ്ടം ഇങ്ങനത്തെ ഒരു സൈസ് മാല തന്നെയാണ്. ഇങ്ങനെ ആവുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഒരു ഭംഗിയാണ്, അതിങ്ങനെ കഴുത്ത് കിടക്കണ കാണുമ്പോൾ. ആ ആ ആ അപ്പം ഇതോ, ഇത് 2 ലെയറായിട്ട് വരുന്നുണ്ട്. ഇത് കുഴപ്പമില്ല, ഡെയിലി യൂസിന് തന്നെ പറ്റുന്നത് തന്നെയാണ്. പൂമ്പാറ്റയും നക്ഷത്രമൊന്നും വേണ്ട. അവർ മഹർ ഉസ്താദ് ഒന്ന് സെലക്ട് ചെയ്ത് എന്തായാലും വെച്ചു. അപ്പോഴേക്കും ഇതാ സമീറക്കുള്ള, ആ പിന്നെ നിങ്ങൾ ഒരു പുതിയണ്ണും സെറ്റ് കാട്ടിക്കാണേ. പുതിയണ്ണും സെറ്റോ എന്ന് വെച്ചാൽ എത്ര പവനാ ഉദ്ദേശിക്കണേ? നിങ്ങൾ നോക്കട്ടെ. പവന് നോക്കണ്ട, കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്തിട്ട് ഞമ്മക്ക് അങ്ങോട്ട് സെറ്റാക്കാം. മോളെ സമീറ, ഇവിടെ നിന്നിരുന്നാണ് ഞാൻ. ഉമ്മ, മണവാട്ടി, എന്താ മണവാട്ടി ഇങ്ങനെ നാണിച്ചിരിക്കുന്നത്? ആ ഹിജാബൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? പൊന്നാരെൻ്റെ കുട്ടിയെ, ഓളെ പുതിയാപ്പള മോലിയരാണ്, കണ്ടില്ലേ. ആ ഇരിക്കണാണ് മോലിയർ. ആഹാ, ഇത് നല്ല ബെസ്റ്റ് കോമ്പറ്റീഷൻ ആയല്ലോ രണ്ടുപേരും. മഹർ ഭർത്താവ് എടുക്കാൻ വരുമ്പോഴേക്കും ഭാര്യ ആഭരണങ്ങൾക്ക് എടുക്കാൻ. ആ, അതന്നെ പറഞ്ഞത്, മനപ്പൊരുത്തം അതന്നെ വേണ്ടിയതേ. ആ, എന്താ കുട്ടിയെ, അമ്മച്ചിക്ക് ഏത് മാല എടുക്കേണ്ടത്? ഇത് വേണം. ഓ, ഐഷു ആണോ സെലക്ട് ചെയ്യുന്നത്? ഇത് മോളാണ്. ഓ, എന്തൊക്കെ തന്നെയാലും ഉസ്താദേ, നിങ്ങൾ പോവില്ല കേട്ടോ. ഷമ്മാസ് പറയുന്നു. ഇല്ല, ഞാൻ നമുക്ക് ഒരുമിച്ച് പോകാം, ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോവാം, അതായിരിക്കും നല്ലത്. അത് ഷാമോനെ, എന്തായാലും ഞാൻ സിമ്പിളായിട്ടൊരു ചെയിനാണ് എടുത്തത്, അത് മതി ഇൻഷാ അള്ളാ. ഇനി പിന്നെ
അങ്ങനെ അതാ പല പല മോഡലുകൾ മാല കാണിച്ചു കൊടുക്കുന്നു. എൻ്റെ സെമീറ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കല്യാണം അടി ഓർമ്മ വരുന്നത്. ആ, എൻ്റെ കല്യാണത്തിന് ചങ്കേൽസും മുല്ലമുട്ടുമാലയും അങ്ങനെ പല സൈസും ഉണ്ടേനു എൻ്റെ ബാപ്പ എനിക്കിങ്ങനെ കെട്ടി തന്നത്. ഞാൻ എൻ്റെ ഇങ്ങനെ കൗത്തിങ്ങോട്ട് പൊന്തൂലേനു എനിക്ക്. അന്നത്തെ കാലം അങ്ങനെയാണല്ലോ. ഓ, ഇജ്ജാതി എത്ര മാലട്ടാ ഞാൻ വന്നീൻ്റെത്. പോരാത്ത അരീത്തും ഉണ്ടാവും. ഇപ്പോഴൊന്നും പിന്നെ അരീക്കൊന്നും ആരും എടുക്കൂലല്ലോ. അന്നത്തെ കാലത്തൊക്കെ പൊന്നിൽ കുളിച്ചേന് ഞാൻ വന്നീൻ്റെത്. ഇതൊക്കെ അങ്ങനെ കാണുമ്പോൾ, ആ കാശിമാലൊക്കെ കാണുമ്പോൾ, ഓ, എൻ്റെ 10-12 പവൻ്റെ ആ മാലയൊക്കെയാണ് ഞാൻ ഓർക്കണത്. ഒന്നും രണ്ടോന്നല്ലേനു ഇജ്ജാതി പല സൈസ് മാല ഉണ്ടേനു. ഓ എൻ്റെ റബ്ബേ, ഇതൊക്കെ കണ്ട് കാണുമ്പോൾ പണ്ടത്തെ കല്യാണമാണ് ഓർമ്മ വരുന്നത്. ഉമ്മ, ഇങ്ങനത്തെ ഒന്നും വേണ്ട, സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ചെയിൻ എങ്ങാനും മതി. ആ, ആയിക്കോട്ടെ, അതൊക്കെ എനിക്ക് പിന്നിടാം. പക്ഷെ കല്യാണത്തിന് ഇജ്ജാതി ഇടണം. എൻ്റെ ഒരു നിർബന്ധമാണത്, എൻ്റെ മനസ്സൊക്കെയുള്ളതാണത്. എൻ്റെ മോളെ കെട്ടിച്ചണ പോലെയാണ് അന്നെ ഞാൻ കെട്ടിച്ചണത്, അല്ലാതെ വേറെ ആരും പോലെയല്ല. എൻ്റെ മോളെ ഞാൻ പുതിയ ഇറക്കിയപ്പോൾ നല്ലോണം പൊന്നും പണ്ടും കൊടുത്തിട്ട് തന്നെ ഇറക്കിൻ്റെത്. എടി, വാങ്ങി വെച്ച് കിട്ടുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഇനി പൈസമാനെ കൊണ്ട് തരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കിട്ടുമ്പോൾ വാങ്ങുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പെരപ്പണിക്കോ അതിന് നിനക്ക് എടുത്തൂടെ? ഇപ്പോഴത്തെ പൊന്നിൻ്റെയും പണ്ടത്തിൻ്റെയും വില എന്താ? അല്ലൊട്ടിയെ, ഇതൊക്കെ ഇപ്പോൾ എത്ര വരും? ഒട്ടോര വരുമോ? ഇതുമ്മ പല ടൈപ്സിലുണ്ട്. 3, 4, 5 പവൻ്റെ ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ഇങ്ങനെ കല്യാണത്തിന് ഇങ്ങനെ ഷോ ആയിട്ട് ഇങ്ങനെ ഡ്രസ്സിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ ഇപ്പോൾ ഗ്യാരണ്ടി ആഭരണങ്ങളോ അതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന് ശരിക്കും ഉണ്ട്. ഇതിപ്പോൾ 3, 4 പവൻ വരുന്നു. അധികം വെയിറ്റ് ഒന്നും ഇല്ല. ഇത് വെയിറ്റ് ലോസ് ആണ്. വെയിറ്റ് വരുന്നതുണ്ട് കേട്ടോ. വെയിറ്റ് വരുന്നതുണ്ട്, വെയിറ്റ് കുറഞ്ഞതുണ്ട്. പക്ഷേ ചില ആൾക്ക് നല്ല ഷോ ആയി നല്ല നെഞ്ചിലിങ്ങ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലായിരിക്കും ഇഷ്ടം. അല്ല കുട്ടിയെ, കല്യാണമല്ലേ, കുറക്കാൻ പറ്റൂലല്ലോ. നല്ല നിറഞ്ഞിക്കണമെന്ന് ആയിക്കോട്ടെ. സത്യം പറഞ്ഞാൽ ഐഷുമ്മ അത് കണ്ട് അല്ലാ ചങ്കേൽസല്ലപ്പത്. ഓ, എൻ്റെ കൗത്തിൽ ഇങ്ങനെ പെടപെട അങ്ങനെ തിളങ്ങി കിടന്നീനു. ഇതന്നെ ഇതിനേക്കാളൊന്നും കൂടി വീതിയുള്ളതിനു. ആ കൗത്തിൽ ഇങ്ങോട്ട് കുടുക്കി കെട്ടും. അതിൻ്റെ ഒക്കെ അല്ലേ ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ഒരു ഓർമ്മയാണ്. റബ്ബേ, എൻ്റെ ഈ കാശിമാല അതൊക്കെ ശരിക്കും ഇങ്ങോട്ട് അതിൻ്റെ ഒക്കെ. പക്ഷെ പണ്ടത്തിന് കട്ടിങ്ങനൊന്നും ഇല്ലല്ലോ ഇതിപ്പോൾ. ഓ, ചങ്കേൽസ് അതേപോലെ തന്നെ കാശിമാലയും ചങ്കേൽസും കൂടിയത്. ആ, പഴയ മട്ടത്തിലുള്ളതൊക്കെ ഇപ്പോൾ വരുന്നൊക്കെ ഉണ്ട് അല്ലേ. അല്ലുട്ടിയെ, ഇതൊക്കെ പൊട്ടുവരെ വരുമോ? ഉമ്മ, 4, 5 ഒക്കെ ആയിട്ട് വരും. കുറഞ്ഞ റേറ്റ് ഉള്ളതുകൊണ്ട്. മുല്ലമൊട്ടുമാല ഇതുമ്മ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ കുട്ടിയെ, മുല്ലമൊട്ടുമാല. ആ, അത് ഇതിനേക്കാളും കുറഞ്ഞൊരു മാറ്റമുണ്ട്. എന്നാലും കൗത്തിക്കെട്ടിയും അതേപോലെ താഴത്തേക്കുള്ളതും ഒക്കെ ഒരേപോലെ തന്നെ. ആ, എല്ലേ പഴയ മോഡലും ഉണ്ട് അല്ലേ ഉമ്മ. അതിൽ പഴമക്കാർ വരുമ്പോഴേ അവർക്ക് ഇങ്ങനത്തതൊക്കെ ഇഷ്ടം തോന്നും. അതുകൊണ്ടാണ് ഞങ്ങളിത് വെച്ചത്. ഇതിമലുണ്ടല്ലോ കാശിമാല. അതെ ഉമ്മ. പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികളെന്ന് വെച്ചാൽ സിമ്പിൾ, ഇത്രയധികം ഇങ്ങനത്തെ ഗോൾഡ് അല്ല എടുക്കുക. ഇങ്ങനത്തെ എടുക്കൂല എന്നല്ല, പക്ഷെ അപ്പുറത്തുള്ള ആൻറ്റിക് ഐറ്റംസിലുള്ളതും എടുക്കാറുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ എടുക്കാം ഉമ്മ. നിങ്ങളുടെ മോൾക്ക് ഏതാണ് സെലക്ട് ചെയ്യുന്നത് അതെടുക്കാം. എന്നാൽ ഇതെല്ലാം കണ്ട ഉസ്താദ്, റബ്ബേ എന്തിനാണ് അത്രയധികം? ഷമ്മാസിനെ ഉസ്താദ് വിളിച്ചു. അത് സിമ്പിളായിട്ടൊക്കെ ഉള്ളതൊക്കെ മതി എന്ന് പറഞ്ഞേക്കണേ. എന്നാൽ ഐഷുമ്മ പറഞ്ഞ ഇതാണ് പാലക്ക് മാല എന്ന് പറയണത് അല്ലേ. ഇതിപ്പോൾ ഈ പച്ചക്കല്ലൊക്കെ ഇങ്ങനെ അതിപ്പോൾ അതും റൂബിയായിട്ടും പിന്നെ അങ്ങനത്തെ ഒരു ഐറ്റംസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഗോൾഡിൻ്റെതായിട്ടുള്ള റേറ്റ് അത് വേറെ കൂട്ടും, പിന്നെ സ്റ്റോണിൻ്റെ വേറെ കിട്ടും, അങ്ങനെയൊക്കെയാണ്. അത് വേണ്ട, ഈ ആദ്യം തന്നെ മതി. എനിക്ക് കല്യാണത്തിനാവുമ്പോൾ ഇതാണ് ഇഷ്ടപ്പെടുന്നത്, ഈ ഒരു മഞ്ഞപ്പൊന്ന്. പെട്ടെന്ന് അവർ പറഞ്ഞു, അത് 18 ക്യാരറ്റിൽ വരുന്നുണ്ട്, 22 വരുന്നുണ്ട്, 916 വരുന്നുണ്ട്. കുട്ടിയെ, അസൽ 916 തന്നെ മതി കേട്ടോ നമുക്ക്. 18 എന്നൊക്കെ പറയുമ്പോൾ അതിൽ ചെമ്പ് കൂട്ടൂലേ, അതൊന്നും വേണ്ട, നമുക്ക് തനി പൊന്നെ മതി. ആയിക്കോട്ടെ, ഇഷ്ടമുള്ള കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾ എടുത്തോളൂ. എന്നാൽ കുട്ടി കുറച്ച് ഒരു കല്യാണ പെണ്ണിനുള്ളൊരു സെറ്റ് ഒന്ന് റെഡിയായി കാട്ടിക്കാണി. അപ്പോൾ തന്നെ ആ ജ്വല്ലറിക്കാരൻ അത് റെഡിയാക്കി കൊടുക്കുന്നു. ഉമ്മ, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളത് സെലക്ട് ചെയ്ത് തരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്തു തരും കേട്ടോ. അല്ലുമ്മ, എത്ര പവനിൽ? പൊന്നു മോനെ നോക്കട്ടെ, ഞാൻ ഒരു മട്ടത്തിൽ നമുക്ക് എടുക്കാമല്ലോ, കുറക്കരുത്. ഇതെങ്ങനെയുണ്ടുമ്മ നോക്കിക്കേ. മോളെ സെമീറ, അങ്ങോട്ടൊക്കെ മോളെ, ഇതെങ്ങനെയുണ്ട്? താഴെ നല്ല 3 ലെയറുള്ള മാല, അതിൻ്റെ മേലെ കണ്ടില്ലേ വേറൊന്ന്, പിന്നെ അതിൻ്റെ മേലെ കുറച്ചൊരു നല്ല പിങ്ക് കളറിൽ മുത്തും കല്ലൊക്കെ വെച്ചുകൊണ്ടുള്ള അത്,
മുകളിൽ നല്ലൊരു പാകത്തെ നെക്ലേസും. അത് കണ്ട് സമീറ ഞെട്ടിപ്പോയി. ഉമ്മ, ഇതോ? ഇതെനിക്കോ? ഉമ്മ, ഇതൊന്നും വേണ്ട. ആ വലിയ മാല അവിടുന്ന് അഴിച്ചു മാറ്റുവാൻ വേണ്ടി പറയുന്നു. ഈ വലിയ മാല വെച്ചാൽ കുറച്ചുകൂടെ. ഉമ്മ, ഇത്രയൊന്നും വേണ്ട ഉമ്മ. എന്നാലേ ആ വലിയ മാല ഉണ്ട് ഒഴിവാക്കി, എന്നിട്ട് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഇത് മാത്രമാകുമ്പോൾ അതിലേക്കുള്ള വള അല്ലും അത് സെറ്റ് വേണമെങ്കിൽ എടുക്കാമെന്നാണ് പറഞ്ഞത്. ആ, ഇത് കുഴപ്പമില്ല അല്ലേ മക്കളെ? ഇത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക്? നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുള്ള മാല കേട്ടോ ഇത്. ഓ, ഇത് നല്ല പാകത്തതും അതിൻ്റെ അപ്പുറത്തുള്ള വലിയ ചെയിനാണ് ഒഴിവാക്കി. ഇപ്പോൾ നല്ല ഭംഗിയായി. മറ്റേത് കുറച്ച് അങ്ങനെ ഇതാ സമീറക്കുള്ള സ്വർണങ്ങളെല്ലാം അവർ ഈ രീതിയിൽ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, ഒരു നെക്ലേസ് കൂടെ കൊടുത്താൽ. ആ, എന്നാൽ പിന്നെ കുറച്ച് വളൻ്റെ മോഡലുണ്ട് കാട്ടി തന്നാളി. എവിടെ വള? ആ, ഈ മോഡൽ വളരെ നല്ലത്. മറ്റേ കുത്തും പുള്ളിയുള്ളൊന്നും വേണ്ടേ, പല സൈസ് കൊണ്ട് എടുക്കുക. പണ്ടൊക്കെ ഒരേ മോഡൽ വള എടുത്തിൻ്റെത്. ഞാനൊക്കെ 2 കൈമേൽ മുട്ടെനിക്ക് വള ഇട്ട് കണ്ട വന്നീൻ്റെത്. ഉമ്മയുടെ സംസാരം കേട്ട് ഷമ്മാസ് ചിരിച്ചു. അത് ഉമ്മയുടെ പഴമയുടെ ചരിത്രം പറയണം. അതിനെന്താ, അങ്ങനെ തന്നെയല്ലേ, അങ്ങനെ വേണമല്ലോ. അങ്ങനെയുള്ളവരത്തിനാണ് ഞമ്മക്ക് ആവശ്യം. ആ, ഉമ്മ ഇടയ്ക്കിടയ്ക്ക് കവിതാ ജ്വല്ലറി തേടി വരുന്നുണ്ടല്ലോ ഇപ്പല്ലേ. ഉമ്മക്ക് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തപ്പോഴേ ഇപ്പം എപ്പോഴും ഇവിടുത്തെ ഗോൾഡിനെ പറ്റിയ പറച്ചില്. ആ, അതല്ല കുട്ടിയെ, ഇവിടെ ആവുമ്പോഴേ നിങ്ങളെ പെരുമാറ്റമൊക്കെ എനിക്ക് വലിയൊരു തൃപ്തിയാണ്. ആ, നിങ്ങളെ വർത്താനും കാട്ടിക്കൂട്ടില്ല അതൊക്കെ എനിക്ക് വലിയൊരു ഇഷ്ടം. എൻ്റെ ഇഷ്ടത്തിന് നിങ്ങളങ്ങനെ നിൽക്കും. അപ്പം പിന്നെ അതാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. മോളെ ഇങ്ങോട്ട് നോക്കടി. അല്ലേ, പണ്ടൊക്കെ ഈ കടക് വള ഇടുമല്ലോ നല്ലോം. അപ്പോൾ അത് വേണമെങ്കിൽ വലിയ തൃപ്തി ഉണ്ടാവില്ല. ചെറിയ ഐറ്റംസ്, ഒരു വണ്ണമില്ലാത്ത സൈസ് വള ഉണ്ടല്ലോ, അതൊരു 8-10 ഒരു കൈമലുതാ ഇജാതി. ഇതിട്ടാൽ നല്ല രസീകാരം. ഉമ്മ ഇഷ്ടമുള്ള എടുത്തോളി. ഇത്തയുടെ കൈമക്ക് ഏതാണ് പാകളുള്ള വെച്ചാൽ എടുത്തോളി. അവർ ഒരുപാട് കളക്ഷൻസ് കാണിച്ച് തരികയാണ്. വളയുടെയും മാലയുടെയൊക്കെ ഒരുപാട് വലിയൊരു ലോകം തന്നെയാണ് അവിടെ ഉള്ളത്. മോളെ ഇങ്ങോട്ട് നോക്കുഞ്ഞേ. ആ, പാൽസരേ കുറച്ചും തന്നാളി. കൊലുസല്ലേ? ആ, അത് പാദസരം, ഞങ്ങളൊക്കെ പാൽസരം എന്ന് പറയും. ഇത് പാൽസരാണ്. ഇതൊക്കെ അമ്മ വളരെ വെയിറ്റ് കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ, കുറച്ച് കട്ടിങ്ങനെ നിന്നോട്ടെ. അറ്റങ്ങോട്ട് ഇതായി കഴിഞ്ഞാലേ അത് കോളേജ് കുട്ടികളുടെ ആണ്. ഇത് പെരിയിൽ കുറച്ചതാ ഇജ്ജാജാണ് മാണ്ടിയത്. ഇതാകുമ്പോൾ കുറച്ച് കട്ടിങ്ങനൊക്കെ ഉണ്ടാവും. എൻ്റെ സെമീറാൻ്റെ കാൽമൊക്കെ പറ്റിയ ഐറ്റംസാണ് ഇതൊക്കെ. നല്ല രസം ഉണ്ടാവും ഇതൊക്കെ. ഇതൊക്കെ കുട്ടി എത്ര വരുന്നേ? ഇത് 4 പവൻ വരുന്നുണ്ട്, 5 പവൻ വരുന്നുണ്ട്. ആ, ആയിക്കോട്ടെ, ഒരു 4 പവൻ്റെ മോഡലൊക്കെ നോക്കട്ടെ. ആ, നല്ല വെറൈറ്റി ഐറ്റംസും ഉണ്ടല്ലോ ഇവിടെ. മോളെ സമീറ, മോൾക്ക് ഏതാ വേണ്ടത്? ഉമ്മ, ചെറിയ സിമ്പിളായിട്ടുള്ളതൊക്കെ മതി ഉമ്മ. അല്ല മോളെ, പാൽസരാകുമ്പോഴേ കുറച്ച് കട്ടിങ്ങനുള്ളത് വേണം. ഇത് കാൽമലിട്ട് നടക്കാനല്ലേ, കാൽമ നല്ല പരിക്ക് വരും. പ്രത്യേകിച്ച് എൻ്റെ പണിക്കൊക്കെ ഇജ് മണ്ടി പാഞ്ഞ് പണിയെടുക്കുന്ന പെണ്ണാണ്. എനിക്ക് കട്ടിങ്ങനും കുറഞ്ഞതൊക്കെ എടുത്താലേ അതൊക്കെ പെട്ടെന്ന് പൊട്ടിച്ചാടും. എടുത്തോ. അല്ല മോളെ, ചെറിയ രീതിയിൽ നെക്ലേസോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എടുത്തോട്ടോ. അങ്ങനെ ഏതാ സ്വർണമെല്ലാം സെലക്ട് ചെയ്യുന്നു സമീറയ്ക്ക് വേണ്ടി. സത്യം പറഞ്ഞ സമീർ തന്നെ അത്ഭുതപ്പെടുകയാണ്. പഠിച്ചോനെ, അതെ, എൻ്റെ ജീവിതത്തിൽ പോലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ജ്വല്ലറിയുടെ മുമ്പിൽ ഇങ്ങനെയൊന്നും വന്ന് ഇരുന്നിട്ടുമില്ല. റബ്ബേ, അത് എൻ്റെ കല്യാണത്തിന് എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് 5 പവനോ 6 പവനൊക്കെ തന്നതാണ്. അതന്നെ മുഴുവൻ തരാൻ കഴിയാത്തതിൻ്റെ പേരിൽ എപ്പോഴും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് റബ്ബേ, എൻ്റെ മനസ്സിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ശരിക്കും അവൾ അത്ഭുതപ്പെടുകയാണ്. എന്നാൽ ഈ സമയം അതാ ഉസ്താദ്. ഷാമോനെ, എന്തായി സെലക്ട് ചെയ്തില്ലേ? ആ, സെലക്ട് ചെയ്തു. ഉമ്മയാണൊക്കെ സെലക്ട് ചെയ്യുന്നത്. എന്തിനാ ഷാമോനെ? അത് അല്ല, ഉമ്മയുടെ ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കാരണം ഞാനൊന്നും പറയല്ല. പക്ഷേ ഈ ഒരു റേറ്റ് കൂടിയ സമയത്തൊക്കെ നിങ്ങൾ ഉസ്താദെ അതൊന്നും വിചാരിക്കണ്ട, എന്നോട് പോലും 5 പൈസ ഇറക്കരുത് പറഞ്ഞിരിക്കണം. ഉമ്മ എന്താ പറഞ്ഞതെന്നോ? എൻ്റെ സെമീറാൻ്റെ കാര്യം അത് ഞാൻ നോക്കിക്കൊണ്ടെന്നാണ് പറഞ്ഞത്. അത് ഇനിയിപ്പോൾ എത്ര വരികയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അതിനുള്ളത് കൊടുക്കാമെന്ന് പറഞ്ഞേക്കണം. അല്ലേ, ഇത്രയും റേറ്റ് കൂടിയ അവസ്ഥയിൽ എങ്ങനെ? അതൊക്കെ ഉമ്മ അത് നിയ്യത്ത് ചെയ്തിക്കണം ഓരോ കാര്യം. എൻ്റെ ഉസ്താദെ, നിങ്ങളോട് പറയാൻ കൊടുത്തതിനെ പറ്റി പറയല്ല. ഉമ്മാൻ്റെ ഗോൾഡുകൾ മുഴുവൻ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് കിലോ കണക്കിനുണ്ടായിരുന്നു. അതൊക്കെ ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ പേരിലൊരു പള്ളി, ആയിഷ മസ്ജിദ് എന്നൊരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ആ പള്ളീൻ്റെ പണിയൊക്കെ ഏകദേശം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആണോ? മാഷാ അല്ലാ. അത് മുഹ്സിൻ തങ്ങൾ എന്നുള്ള തങ്ങളുണ്ട്. അതെ, അതെൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. അദ്ദേഹമാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. ആ കാര്യമൊക്കെ ഉമ്മാൻ്റെ ഒരു ആഗ്രഹം. ഉമ്മാൻ്റെ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് ഒരു പള്ളി ഉണ്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം. ആയിഷ പള്ളി.
അത് ഉമ്മാൻ്റെ മനസ്സിലൊരാഗ്രഹമാണ്. അതെ, അതിൽ ആരൊക്കെ തന്നെ നിഷ്കരിച്ചാലും അതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടുകയും ചെയ്യല്ലോ. അല്ലാതെ വെറുതെ എന്താ ഒരുപാട് സ്വർണം എടുത്തു വെച്ചിട്ട് ഇപ്പോൾ എന്താണെന്നാണ് ഉമ്മാൻ്റെയൊക്കെ ചിന്ത. ഷാമോനെ, നല്ലൊരു തീരുമാനം തന്നെയാണ് ഉമ്മാൻ്റെത്. ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ട് ഉസ്താദിന് സന്തോഷമായി. ആ മക്കളെ, എന്നാഞ്ഞിപ്പോൾ ആണ് ബില്ലാക്കുക, ഐഷുമ്മ അത് പറയുന്നു. ഉമ്മ, പെട്ടെന്ന് ഉസ്താദ് അങ്ങോട്ട് വന്നു. മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് പൊറുതേടാണെങ്കിൽ മഹറിനുള്ള പൈസ എന്നാൽ ഞാൻ എടുക്കണില്ല. എന്തേ? ഇനിയിപ്പോൾ ചെറിയൊരു മഹറാണെങ്കിലും വാങ്ങിക്കോളി. ഇനി ഉമ്മാൻ്റെ കുട്ടിക്ക് ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഒക്കെ നിങ്ങൾക്കുള്ള തന്നെയല്ലേ, ഒക്കെ ഓൾക്കുള്ള തന്നെ കേട്ടാ. ഇനിയിപ്പോൾ ഞാൻ അയിമ അവകാശം പിടിച്ചെന്നില്ല. കാരണം മഹർ കൊടുക്കാൻ കഴിയുന്നവർ കല്യാണം കഴിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എൻ്റെ ഉസ്താദ് കുട്ടി തന്നെ അതുണ്ടായിക്കോളി. ഉമ്മ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞപ്പോഴാണ് ഉസ്താദിന് സമാധാനമായത്. എന്തൊക്കെ തന്നെയാലും ഗോൾഡെല്ലാം അത്യാവശ്യത്തിന് എടുത്തു. സത്യം പറഞ്ഞാൽ സമീറക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ അതെല്ലാം ബില്ലാക്കുകയാണ്. എന്നാൽ ഈ സമയം പുത്തൻ വീട് തറവാട്ടിൽ സൗദ വിളിക്കുകയാണ്. സൗദിയെ ഉമ്മ വിളിക്കുകയാണ്. ഹലോ, എന്തായിടേ? ഓലൊക്കെ പോയിക്കണ്, ഇവിടെ ആരുമില്ല, ഞാനും നവാസ്ക്കേ ഉള്ളൂ, മക്കളും പോയിക്കണ്. എവിടേക്കോ പോയി നേരം വെളുത്തേക്ക് തന്നെ? അല്ല, അന്നെ കണ്ടപ്പോൾ ഇപ്പോൾ പണിയൊക്കെ ഇട്ടെറിഞ്ഞ് പോവേ? അങ്ങനെയൊന്നല്ല, പണിയൊക്കെ എടുത്ത് പോയിക്കണ്, ചോറിനുള്ള വെള്ളവും ഒക്കെ വെച്ചിക്കണ്. പിന്നെയെന്ന് വെച്ചാൽ പാത്രം കഴുകലും മിറ്റടിക്കലും അടുക്കള നന്നാക്കലും ഒക്കെ കഴിഞ്ഞിക്കണ്. പിന്നെ ഐഷും അങ്ങനെ തിരക്ക് കൂട്ടല്ലേ, പോവുക പറഞ്ഞാണ്ട് അങ്ങനെയാണ്. ആ പെണ്ണ് കുഴപ്പമൊന്നുമില്ല, സമീറ പറഞ്ഞ പെണ്ണ് നല്ലോണം പണിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നിന്നോട്ടെ, ഇജ് വല്ലാതെ ഉണ്ട് അടുക്കളയ്ക്ക് പോരുത് കേട്ടോ. ഒന്നിങ്ങോട്ട് ഒതുങ്ങി അടങ്ങി അവിടെ നിന്നോണ്ടി. ഇജ് ഗർഭിണിയാണ്, അത് ഇജ് മറക്കണ്ട. പിന്നെ അതുമല്ല, ഓളൊരു വേലക്കാരത്തിന്, ഇജ് അവിടുത്തെ പുത്തൻ വീട് തറവാട്ടത്തെ മരുവോളയക്കണ്. ഒരു കാലത്ത് നമ്മൾ കഷ്ടപ്പാടൊക്കെ ശരിയാണ്. ഇപ്പം നിങ്ങൾ പൈസ കുറേ എനിക്ക് അയച്ചെന്ന് ഇതൊക്കെ കുറേ മാറ്റം വെച്ചേക്കണ്. ഇജി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ അയച്ചു തരുമല്ലോ. അതിപ്പോൾ പുത്തൻ വീട് തറവാട്ടത്ത് ഐഷുമ്മ അറിയണ്ട. ഐഷുമ്മ അത് അറിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കണാവോ. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, നവാസ്ക്ക് എനിക്ക് തരുന്ന ക്യാഷ് ഞാൻ പറയും വീട്ടിലേക്ക് ഉമ്മാക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ അയച്ചെന്നത്. ഉമ്മ എന്തായി വീട് പണിയൊക്കെ? ആടി കുറേയൊക്കെ കഴിഞ്ഞു തുടങ്ങിക്കണേ. ഏതായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അയക്കണോണ്ടേ നല്ല മട്ടത്തിൽ ഇനിയിപ്പോൾ കുറഞ്ഞൊരു അടിപ്പണിയും കൂടെ ബാക്കിയുള്ളൂ. പുത്തൻ വീട് തറവാട്ടുത്തോൽ അറിയാതെ സൗദയുടെ വീട്ടുകാർക്ക് നവാസിൻ്റെ പൈസ സൗദ അയച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവർ വീട് പണിയെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഐഷുമ്മ അറിയുകയാണെങ്കിൽ മൊത്തത്തിൽ വീടിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ് ഐഷുമ്മക്ക് ഇഷ്ടം. അതെ, നുസൈബയുടെ വല്യമ്മക്ക് ചെയ്തു കൊടുത്തത് പോലെ ഇനിയിപ്പോൾ നുസൈബക്കും അവരുടെ പഴയ വീട് പൊളിക്കാതെ തന്നെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു സ്ഥലം വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യുവാനുള്ള പ്ലാനിങ് ആണ് ഷമ്മാസ് നോക്കുന്നത്. കാരണം ഉപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു വീട് വെറുതെ പൊളിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഷമ്മാസ് അത് അവിടെ തന്നെ നിർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അത് അവർ ഇഷ്ടമുള്ള സ്ഥലത്ത് ജീവിക്കട്ടെ, പുതിയ വീട്ടിലോ പഴയ വീട്ടിലോ എവിടെയാണെങ്കിലും വേണ്ടിയില്ല. അതായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ഒരു പക്ഷേ ഐഷുമ്മ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിലും ഐഷുമ്മയുടെ മനസ്സിൽ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് വീട് അവർക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് ഫസീലാക്കും കുടുംബത്തിനും. എന്നാൽ അവർ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ഐഷുമ്മ അറിഞ്ഞിട്ട് പോലുമില്ല. സൗദ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് എന്തായി? എന്താ താഴത്തേക്ക്? നവാസ്കാരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേഗം വീട് പണിയൊക്കെ കഴിക്കണം എന്നൊക്കെ. ഇനിയിപ്പോൾ അടിയേക്ക് മാർബിൾ എടുക്കല്ലേ? മോളെ, മാർബിളിനൊക്കെ നല്ല പൈസ ആവൂലേ ഓൻ്റെ അടുത്ത്? പൈസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല രീതിയിൽ സോപ്പിട്ട് ഇങ്ങനെ ചോദിക്കണം, എന്നാൽ നല്ലതാണ്. നല്ല മട്ടത്തിൽ നിന്നാൽ നല്ലോണം പൈസ കിട്ടും. നമ്മളെ വീട്ടിലത്തെ കാര്യമാണ് കഴിച്ചിലാക്കുക. പിന്നെ ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വല്ലാതെ പൈസ ഒന്നും നമ്മൾ അയക്കലില്ല, അയക്കേണ്ട ആവശ്യമില്ല, ഓൽക്കൊക്കെ ഉള്ളതല്ലേ. പക്ഷേ ഇവിടെ ഒരുത്തി വന്നുകൂടിയതുകൊണ്ടേ എനിക്ക് വല്ലാത്തൊരിതുണ്ട്. അല്ല, ഓൾക്ക് എന്ത് വാങ്ങാൻ പോയിക്കാണ്? സ്വർണ്ണം എടുക്കാനൊക്കെ പോയതാണെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പണിക്കാരത്തി പെണ്ണിന് പതിനാത്രം പണ്ടൊക്കെ ഇട്ട് കൊടുക്കണോ? എന്നാൽ തന്നെ കൈമലത് പുതിയ വള, പുതിയ 2 വളയുണ്ട്, കൗത്തിരി നെക്ലേസൊക്കെ ഞാൻ കണ്ടേക്കണ്. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണവൾക്ക് ഇപ്പോൾ അതൊന്നും ഉണ്ടാവില്ലല്ലോ. മോളെ, നല്ലോണം കരുതിക്കോ. ഒന്നും പറഞ്ഞു കൊടുത്താണ്ടി നിങ്ങളെ ഐഷുമ്മാനോട്, എന്തിനാ ഇപ്പോൾ കണ്ടവർക്ക് ഇങ്ങനെ വാങ്ങിക്കൊടുക്കണ് എന്നുള്ളത് കേട്ടോ. എൻ്റെ ഭാഗത്ത് പറഞ്ഞോണ്ടി. മക്കളൊക്കെയാണ് പോയപ്പോൾ ഒരു സുഖം.
അല്ലെങ്കിലും അനക്ക് ആ മക്കളെ നോക്കാൻ വലിയ വേദനയല്ലോ. ഇജ്ജ് എപ്പോഴും മക്കളെ കാര്യം ഇങ്ങനെ എപ്പോഴും മക്കള് മക്കള് പറഞ്ഞ് നിൽക്കുകയാണല്ലോ. ഉമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാനിപ്പോൾ വല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യില്ല. പക്ഷെ ഉമ്മ എന്നാലും എനിക്കൊരു ഇടങ്ങാറ് തോന്നും. ഉമ്മ ഇല്ലാത്ത കുട്ടികളുടെ ഇപ്പോൾ വല്യമ്മ ഉണ്ട് അവിടുത്തെ. ഇപ്പോൾ പിന്നെ ആ പണിക്കാരത്തി പെണ്ണുമില്ലേ. ഇജ്ജ് വല്ലാതെ എടുക്കാനും പൊന്തിച്ചാന്നും പോകണ്ടെന്നാണ് പറഞ്ഞത്. അല്ലമ്മ, എന്നാലും അത് നവാസ്ഖാൻ്റെ മക്കൾ, ഏത് നവാസ്ഖാൻ്റെ മക്കളാണെങ്കിലും ഓൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങളെ കുട്ടികളല്ലത്, അല്ലാതെ എൻ്റെ കുട്ടികളൊന്നല്ലല്ലോ. എൻ്റെ കുട്ടികളാണെങ്കിൽ ഇജ്ജ് അതിനനുസരിച്ച് നോക്കിയാൽ മതി. എൻ്റെ കുട്ടി എന്ന് വെച്ചാൽ ഇനി വരുന്ന കുട്ടിയാണ്. ഇജ്ജ് വല്ലാതെ അതിനെ നോക്കാനും നിൽക്കേണ്ട അറ്റങ്ങളൊന്നും, പിന്നെ ഓൾക്ക് ശീലാവും. അത് പറഞ്ഞപ്പോൾ സൗദ മിണ്ടാതെ നിന്നു. ഉമ്മ, മക്കൾ പാവല്ലോ ഉമ്മ. അല്ലെങ്കിൽ എനിക്ക് മക്കളങ്ങോട്ട് എന്തേനുള്ള നോക്കലോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു ലിമിറ്റേഷൻ വേണം. അങ്ങനെ അങ്ങോട്ട് നമ്മൾ പണിക്കാരത്തിയാളെ മാതിരി നിന്ന് കൊടുക്കരുത്. ഇജ്ജിപ്പോൾ അത്രയും പൈസ ഉള്ളവൻ്റെ പെണ്ണുങ്ങളാണ്. സമീറാനെ പോലെയാണോ ഇജ്ജ്? അല്ല, സമീറ വെച്ചാൽ അവിടുത്തെ പണിക്കാരത്തിന് ഓളുണ്ട് എല്ലാ പണി എടുക്കാൻ. ഉമ്മ, അതിപ്പോൾ സമീറ ഓള് പോവുമായിരിക്കും. ഇനിയിപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ വരികയാണെങ്കിൽ ഒന്നും ഇജ്ജ് അത് നോക്കണ്ട. ഇജ്ജ് എൻ്റെ മട്ടത്തിൽ നിന്നോണ്ടി, മനസ്സിലായല്ലോ. വല്ലാതെ അടുക്കളപ്പണി പേറാനും മുറ്റത്ത് തുടക്കാനും വാരാനും അടിച്ചുവാനൊന്നും പോകണ്ടാന്ന്. കുറച്ച് ഡീസൻറ്റിൽ അവിടെ നിന്നോണ്ടി. ഉമ്മ, അത് ഇനിയിപ്പോൾ സൗദിയുടെ മനസ്സിൽ ചെറിയൊരു ദയൊക്കെ ഉണ്ട്. പക്ഷേ ആ വിഷമെല്ലാം കുത്തി നിറക്കുന്നത് അവളുടെ ഉമ്മയാണ് എന്നുള്ള യഥാർത്ഥ സത്യം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഐഷുമാക്ക് ഇതൊന്നും അറിഞ്ഞില്ല. എന്നാൽ ഈ സമയം ജ്വല്ലറിയിൽ നിന്ന് സ്വർണമെല്ലാം എടുത്തു. മക്കളെ, ഇനി കുറച്ച് ഡ്രസ്സും കൂടി എടുക്കാൻ പോകാണ്ടേന് ഞമ്മക്ക്. ഐഷുമ്മ അത് പറഞ്ഞു. പിന്നെ ഉസ്താദേ, ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ. എനിക്ക് നിക്കാഹിനുള്ളതും അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഞങ്ങൾ വാങ്ങുന്നുണ്ട്. നിങ്ങൾ അതൊന്നും നോക്കണ്ട കേട്ടോ. അങ്ങനെ അത് സ്വർണത്തിൻ്റെ ബില്ലെല്ലാം അടച്ച് സന്തോഷത്തോടു കൂടി അവർ ആ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങുകയാണ്. മോനെ ഷാമോനെ, നല്ലൊരു ടെക്സ്റ്റൈൽസ് നോക്കി വിട്. ഇനിയൊരു വരവിന് നേരമില്ല, നിക്കാഹായി. അതെ, ഇനി വരവിന് നേരമില്ല. അങ്ങനെ അവർ ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുകയാണ്. മോൾക്ക് എന്ത് ഡ്രസ്സ് ഇടാനാ ഇഷ്ടം? ഉമ്മ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പർദ്ദ മതി ഉമ്മ. പർദ്ദയും ഹിജാബും മതി, അതാണ് എനിക്കിഷ്ടം. തന്നെ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ. എന്നാൽ ഉസ്താദ് പെട്ടെന്ന്, ഉമ്മ എന്തിനാ വിളിച്ചത്? മോനെ, സമീറാക്ക് എന്ത് ഡ്രസ്സ്? ഉമ്മ, ഹിജാബ് വേണം, അതാണ് എൻ്റെ നിർബന്ധം. എന്തായാലും വേണ്ടില്ല അവൾക്ക് ഹിജാബ്, അതാണ് എനിക്കിഷ്ടം. എൻ്റെ പെണ്ണിൻ്റെ ഞാൻ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളുടെ മുഖം ആരും അന്യപുരുഷന്മാർ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലമ്മ, സത്യമായിട്ടും. ആയിക്കോട്ടെ എൻ്റെ പൊന്നു മോൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ തന്നെ ആക്കാം. അങ്ങനെ അവർ നേരെ ടെക്സ്റ്റൈൽസിലേക്ക് ഇറങ്ങുകയാണ്. അവർ ജ്വല്ലറിക്കാർ യാത്രയാക്കുന്നു. നേരെ ടെക്സ്റ്റൈൽസിലേക്ക് പോയ അവരതാ പറയുന്നു, എന്തോമ്മ വേണ്ടത്? അത് കല്യാണ പെണ്ണിന് പറ്റിയ നല്ല പർദ്ദ എടുത്തോളി. എന്നാൽ ഇങ്ങോട്ട് വരും. അങ്ങനെ ഐഷുമാനെയും കൂട്ടി അവർ അങ്ങോട്ട് പോകുന്നു. ഏത് മോഡലിലാണ് വേണ്ടത് വെച്ചാൽ ബ്ലാക്കിൽ മതിയില്ലേ? അത് മതി. പിന്നെ അടിയിലിടാൻ നല്ല രസമുള്ള ചുരിദാറുണ്ടായിക്കോട്ടെ മോളെ. മോൾക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിയിൽ നല്ല അടിപൊളി ചുരിദാറൊക്കെ എടുത്തോ. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ട്. മോൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് ആ രീതിയിലുള്ള എടുത്തോ. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഉമ്മ, ഇങ്ങോട്ട് പോരുന്നാൽ പർദ്ദയുടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഈ ഭാഗത്തുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അവൾക്കുള്ള ഡ്രസ്സെല്ലാം എടുക്കുന്നു. അവൾ അധികം റേറ്റുള്ളതൊന്നും എടുക്കുന്നില്ല. പക്ഷെ ഉമ്മാക്ക് നിർബന്ധം, കല്യാണമല്ലേ, മോശമാക്കാൻ പറ്റൂല എന്നുള്ളത്. എന്നാൽ അതിനിടയിൽ ഉസ്താദും എന്തൊക്കെയോ സാധനങ്ങൾ അത്യാവശ്യമുള്ളത് വാങ്ങി അത് ബില്ലടക്കുന്നു. ഐഷുമ്മ പറഞ്ഞു, പൊന്നു മോനെ, അത് ഞങ്ങൾ അടിച്ചോളാം. അല്ലുമ്മ, ഞാനത് അത്യാവശ്യം കുറച്ച്. അതെ, സമീറക്കുള്ള എന്തൊക്കെയോ രഹസ്യമായ സാധനങ്ങളാണ് ഉസ്താദ് വാങ്ങിയിട്ടുള്ളത്, ആരും കാണാതെ അറിയാതെ. മക്കൾക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്നു. കൂട്ടത്തിൽ സൗദക്കുള്ളതും എടുക്കുന്നു. കാരണം ഇനിയിപ്പോൾ സൗദനങ്ങട്ട് കൊണ്ടുവരണ്ട. സൗദക്കുള്ളതും അതുപോലെ തന്നെ സാജിക്കുള്ളതും എല്ലാം എടുക്കുന്നുണ്ട്. കാരണം ഓൽക്കൊന്നും ഇങ്ങോട്ടിപ്പോൾ യാത്ര ചെയ്ത് ഇവിടെ കുറേ നേരം നിൽക്കാനൊന്നും കഴിയൂലല്ലോ. ഉമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്കെല്ലാം ഓരോ ചുരിദാർ വീതം ഉമ്മ എടുത്തു. എല്ലാം വസ്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തു. ഇനി വരി, നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. ഐഷുമ്മയുടെ വാക്ക് ഉസ്താദ് പറഞ്ഞു. ഉമ്മ, ഞാൻ എന്നാൽ
അങ്ങോട്ട് പോട്ടെ. അല്ല മോനെ, ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. സത്യം പറഞ്ഞാൽ ഉസ്താദ് കൂടെയുള്ള ആ ഒരു പർച്ചേസിങ് സെമീറക്ക് അത് മനസ്സിനുള്ളിലേക്ക് വല്ലാത്ത ഒരു അനുഭൂതിയായി തോന്നുകയാണ്. റബ്ബേ, ഉസ്താദിൻ്റെ മുഖത്ത് കണെങ്കിൽ നോക്കാനും വയ്യ. ഓ അല്ല, ആകപ്പാടെ. എന്നാലും ഹിജാബ് ഇട്ടതും വലിയ ഭാഗ്യം. ഉസ്താദിന് അതാണ് ഇഷ്ടം. അങ്ങനെ അവർ ഫുഡ് കഴിക്കുവാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് കയറുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം ഉമ്മ ഓർഡർ ചെയ്ത് കൊടുക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നു. ഇനിയാണ് നിക്കാഹിൻ്റെ രാവ്. എല്ലാവരും നിക്കാഹ് രാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, പുത്തൻ വീട് തറവാട്ടിലേക്ക് അവർ ഭക്ഷണമെല്ലാം കഴിച്ച് തിരികെ പോവുകയാണ്. പോകുന്ന ആ ഒരു പോക്കിൽ ഉസ്താദ് അറിയാതെ സമീറയെ ഒന്ന് നോക്കി, ഒരു ചെറുപുഞ്ചിരിയോട് കൂടി. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, നമ്മുടെ എന്താ പറയുക, പേരുകളൊക്കെ പലതും മാറിപ്പോണ്ടല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് മാറി മാറി പറയുന്നുണ്ട് എല്ലാ കഥകളിലും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. കാരണം ഒരുപാട് കഥകളിങ്ങനെ പറയുമ്പോഴേ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. എനിക്കൊരു പക്ഷേ അത് ഓർമ്മയില്ലാതെ ഞാൻ പറയും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. കാരണം ഓരോ പേരും കഥാപാത്രങ്ങളൊക്കെ എന്നിലേറെ നിങ്ങളാണ് ഓർത്തിരിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എൻ്റെ കഥ കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് വിദേശത്ത്, അറബ് നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ഖത്തറിൽ നിന്നൊക്കെ ഓരോരുത്തരും ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സൊക്കെ വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിക്കാനും പറയാനൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഒരു ടീം തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്, നമ്മുടെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. നാട്ടിലായിട്ടും ഖത്തറിലായിട്ടും അറബ് നാട്ടിൽ പല സ്ഥലങ്ങളിലായിട്ടും ദ്വീപിലൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ മറക്കണ്ട കേട്ടോ, നമ്മുടെ സമീറയുടെയും നമ്മുടെ ഉസ്താദിൻ്റെയും നിക്കാഹാണ്. എല്ലാവരും നേരത്തെ കാലത്തെ വരും കേട്ടോ. എല്ലാവരെയും ക്ഷണിക്കുന്നു ഇൻഷാ അല്ലാ. ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലൈക്ക് വളരെയധികം കുറവാണ് കേട്ടോ. നമുക്ക് ഏകദേശം 45,000-50,000 ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു 1000 പേര്, 1200 പേര് മാത്രമേ എനിക്കൊരു ലൈക്ക് തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു വിരലിൻ്റെ ആ ഒരു ചിഹ്നത്തിലൊന്നും തൊട്ടെടുത്താൽ തന്നെ ലൈക്കായി. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ, എന്നോട് സ്നേഹമുള്ള കൂട്ടുകാർ, എനിക്കൊരു ലൈക്ക് തരണം. കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കഴിയാത്തല്ലോ കുറേ ആൾക്കാരുണ്ട്. കമൻറ്റ് എഴുതുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഒരുപാട് എഴുതുന്നവരുണ്ട്. അതിങ്ങനെ വായിക്കും കേട്ടോ. ഞാൻ വായിച്ച് ചിലപ്പം റീപ്ലൈ തരാൻ ചിലപ്പം പറ്റൂലെങ്കിലും വായിക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും കമൻറ്റ് എഴുതാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ മക്കളെ കൊണ്ട്, പേരക്കുട്ടികളെ കൊണ്ടൊക്കെ കമൻറ്റ് എഴുതിപ്പിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ജസ്റ്റ് ഒന്ന് തൊട്ടെടുത്താൽ തന്നെ മതി കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു, പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ, നമ്മുടെ സമീറക്കും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക്, പുതുപ്പറമ്പ് വീട്ടിലേക്ക് വന്നതാണ്. പോരുന്ന വഴിക്ക് നാഡീബലം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഞാൻ വിട്ടിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരൊക്കെ കമൻറ്റ് ചെയ്യണ്ട കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. നിങ്ങൾ കഴിച്ചവരും കഴിക്കാത്തവരോടൊക്കെ ഞാൻ അത് പറഞ്ഞിരുന്നു കമൻറ്റ് ഇടാനൊക്കെ. എന്നാലും അൽഹംദുലില്ലാഹ് എല്ലാവരും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റന്നാളെ തിരിച്ച് പോവുള്ളൂ കേട്ടോ. അപ്പോൾ 2 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും. ചിലപ്പം ചെറിയ ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളെ മഞ്ചേരിത്തെ വീട് പോലല്ല, നിശബ്ദതല്ല. ഇവിടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അനിയത്തിയും കുട്ടികളെല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവള് ഇടയ്ക്കിടയ്ക്ക് തന്നെ പണി, ആഴ്ചയിൽ പോക്കാണെന്നൊക്കെ. പക്ഷേ ഉമ്മ ഇപ്പം ഉണ്ടാവുമ്പോൾ ഉപ്പാക്ക് നമ്മൾ ഇടയ്ക്ക് പോകണമല്ലോ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. സഫമോൾക്ക് 8 വയസ്സ് തികയാണ് കേട്ടോ നാളെ.
അപ്പം എല്ലാവരും നാളെ നവംബർ 29. 9 അല്ലേ? അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. ഇൻഷാ അല്ലാ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറയും. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാ.